ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിലാണ് നോക്കാൻ പോകുന്നത് ഈ എപ്സൺ വൈഫൈ മോഡലുള്ള പ്രിന്ററിന്റെ ഈ ഒരു എറർ, ഈ ഒരു രണ്ട് ലൈറ്റും ലിങ്ക് ചെയ്യുന്ന എറർ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കാണുക, എന്നാലാണ് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം ക്ലിയർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു പ്രിന്റർ ഞാനിപ്പോൾ ഉപയോഗിച്ചിരിക്കുന്ന പ്രിന്റർ മോഡൽ 83150 എന്ന വൈഫൈ ഉള്ള മോഡലാണ്. നമുക്ക് കമ്പ്യൂട്ടറിൽ കാണാം സർവീസ് റിക്വയർഡ് എന്നാണ് കാണിക്കുന്നത്. പ്രിന്ററിന്റെ ഇങ്ക് പാഡ് ചേഞ്ച് ചെയ്യണം എന്നാണ് കാണിക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രിന്ററിലേക്കുള്ള പവർ കൊടുക്കാം, അതായത് പ്രിന്റർ ഓൺ ചെയ്യുക എന്നതാണ്. അതിനുശേഷം പ്രിന്ററിൽ നിന്നും കമ്പ്യൂട്ടറിലേക്കുള്ള ആ ഒരു കേബിൾ കണക്ട് ചെയ്ത് കൊടുക്കുക. ശേഷം ഒരു സോഫ്റ്റ്വെയർ, ഒരു ഫയൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. അത് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഫോൾഡർ കാണാം. ആ ഒരു ഫോൾഡർ ഓപ്പൺ ചെയ്യുക. ഈ ഫോൾഡർ ഓപ്പൺ ചെയ്തതിനു ശേഷം ഫസ്റ്റ് കാണുന്ന ആ ഒരു ഫയൽ നമുക്ക് ഓപ്പൺ ചെയ്യാം. പാസ്വേഡ് ചോദിക്കുന്നുണ്ട്, പാസ്വേഡ് ഇതുപോലെ എൻ്റർ ചെയ്ത് കൊടുക്കുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്ത് നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ പാസ്വേഡ് എൻ്റർ ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു മെനു അല്ല കാണിക്കുന്നുവെങ്കിൽ, വേറെ എന്തെങ്കിലും നമ്പർ കോഡ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻ്റായി രേഖപ്പെടുത്തുക. ഞാൻ അതിനുള്ള ഒരു വീഡിയോ ചെയ്യാവുന്നതാണ്. ഇതിൽ നമുക്ക് മോഡൽ നമ്പർ സെലക്ട് ചെയ്യാം, ബാക്കി ഒന്നും ചെയ്യേണ്ടതില്ല. ഓക്കെ കൊടുക്കുക. ഇത് പാർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെന്റ് മോഡ് എന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്ത് കൊടുക്കുക. വേസ്റ്റ് ഇങ്ക് പാഡ് കൗണ്ടർ എന്ന് കാണാം, അതിൽ സെലക്ട് ചെയ്ത് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ രണ്ട് ചെക്ക് ബോക്സ് കാണാം, രണ്ടും നമുക്ക് ചെക്ക് ചെയ്തതിന് ശേഷം ചെക്ക് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം മെയിൻ പാഡ് കൗണ്ടർ 100% ആയിട്ടുണ്ട്, ഫുൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് റീസെറ്റ് ചെയ്യണം. അതിനായിട്ട് മെയിൻ പാഡ് കൗണ്ടറിൽ ഒന്നുകൂടി ചെക്ക് കൊടുക്കുക, ടിക്ക് കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ ഒരു ഓപ്ഷൻ കൊടുത്താൽ നമ്മുടെ ഇങ്ക് അതിൻ്റെ ഒരു നമ്പർ നമുക്ക് റീസെറ്റായി വരുന്നതാണ്. ഇപ്പോൾ അവിടെ കാണിക്കുന്നത് പ്ലീസ് ടേൺ ഓഫ് ദ പ്രിന്റർ എന്നാണ്. നമുക്ക് പ്രിന്റർ ഓഫ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ എൻ്റെ പ്രിന്ററിലേക്കുള്ള പവർ ഓഫ് ചെയ്യുകയാണ്, ഒഴിവാക്കുകയാണ്. ശേഷം നമുക്ക് വീണ്ടും പ്രിന്റർ ഓൺ ചെയ്യുക. പ്രിന്റർ ഓൺ ചെയ്തതിന് ശേഷം നമുക്ക് നോക്കാം ഈ ഒരു 100% എന്ന് കാണിച്ചത് ഇപ്പോൾ 0 ആയിട്ടുണ്ടോ ഇല്ലേ എന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അതിനായിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ ഈ ഒരു ഫയൽ ഓപ്പൺ ചെയ്യുക, നിങ്ങളുടെ പാസ്വേഡ് എൻ്റർ ചെയ്യുക. പാസ്വേഡ് എൻ്റർ ചെയ്ത് വേറെ എന്തെങ്കിലും കോഡ് നിങ്ങളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിന് വേറൊരു വീഡിയോ ഞാൻ ചെയ്യാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുക. ഇതിൽ നമുക്ക് മോഡൽ നമ്പർ സെലക്ട് ചെയ്യാം, വേറെ ഒന്നും സെലക്ട് ചെയ്യേണ്ട. ഓക്കെ കൊടുക്കുക താഴെ. ശേഷം പാർട്ടിക്കുലർ അഡ്ജസ്റ്റ്മെന്റ് മോഡ് എന്നൊരു ഓപ്ഷൻ കാണാം, ക്ലിക്ക് ചെയ്യുക. വേസ്റ്റ് ഇങ്ക് പാഡ് കൗണ്ടർ, ഇത് മെയിൻ പാഡ് കൗണ്ടർ ചെക്ക് ചെയ്യുക എത്രയാണ് ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം 0 ആണ്, അതായത് 0 ആയിട്ടുണ്ട്. അതായത് നമ്മുടെ പ്രിന്ററിലെ വേസ്റ്റ് പാഡ് കൗണ്ടർ നമ്മൾ റീസെറ്റ് ചെയ്ത് 0യിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാം, ഇപ്പോൾ ആ ഒരു എറർ ലൈറ്റ് ഇവിടെ കാണാൻ സാധിക്കുന്നതല്ല. ഇപ്പോൾ നമുക്കൊരു പ്രിന്റ് ചെയ്ത് നോക്കാം, പ്രിന്റ് വരുന്നുണ്ടോ നോക്കാം. ഒരു സാമ്പിൾ ഫോട്ടോ ഞാനിപ്പോൾ പ്രിന്റ് ചെയ്യുന്നുണ്ട്, ഒരു പിക്ചർ പ്രിന്റ് ചെയ്യുന്നുണ്ട്. അതെ, അത് പ്രിന്റ് ആയിട്ട് വരുന്നുണ്ട്. വീഡിയോ കണ്ടതിന് നന്ദി.